ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയേക്കുന്നത് ഒരു കുഞ്ഞു ടിപ്സുമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരുടെ പ്രശ്നമാണ് താരനും അതുപോലെ തന്നെ മുടി ഒഴിച്ചിലും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് ഒരുപാട് തരത്തിലുള്ള ഓയിലും അതുപോലെ തന്നെ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് നോക്കി. എന്നാൽ എന്താ ആ ഒരു സമയത്ത് ചെറിയൊരു മാറ്റം ഉണ്ടാവുമെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ സംഭവം വീണ്ടും അങ്ങനെ കയറി വരും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ച് അങ്ങ് നിർത്തി വെച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നീ ഏതായാലും ഇത്രത്തോളമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയില്ലേ, അപ്പോൾ ഈ ഒരു ടിപ്സ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഇതിങ്ങനെ പരീക്ഷിച്ചു വരുവാണ്. അപ്പോൾ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു റിസൾട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത്. അപ്പോൾ അത് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിത് മുരിങ്ങയിലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നൊന്നല്ലേ ഈ ഒരു മുരിങ്ങയില. നിങ്ങളുടെ വീട്ടിലില്ലെങ്കിലും അടുത്തുള്ള പറമ്പിലൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് പോയി പൊട്ടിച്ചെടുത്തോളൂ കേട്ടോ. പിന്നെ പറഞ്ഞിട്ടൊക്കെ വേണേ പൊട്ടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇതേ കുറച്ച് ഉലുവ എടുത്തിട്ട് ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഉലുവ കുതിർക്കാനിടുന്ന സമയത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർക്കാനിടുക, കാരണം അതിൻ്റെ വെള്ളവും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. പിന്നെ ഞാനിത് കുറച്ച് കറ്റാർ വാഴയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയില നമ്മൾ ഇതുപോലെ അങ്ങ് ഉതിർത്തിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മുടിക്കനുസരിച്ചിട്ട് മുരിങ്ങയിലയും അതുപോലെ തന്നെ ഉലുവയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിതെല്ലാം തന്നെ ഈ ഒരു ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഈ ഉലുവ ഉണ്ടല്ലോ, അത് വെള്ളത്തോടെ തന്നെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പേസ്റ്റി രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നോക്കിയേ, നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് എന്താ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിതേ ഈ ഒരു കറ്റാർ വാഴേൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ കറ്റാർ വാഴ നമ്മൾ എടുക്കുന്ന സമയത്ത് കറ്റാർ വാഴേൻ്റെ ഈ ഒരു തണ്ട് പൊട്ടിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, കാരണം അതിലൊരു കറ വരാനുണ്ട്. ആ കറ പോയതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് ഞാനിതേ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും നമുക്കിതേ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്കൊന്നും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കറ്റാർ വാഴയും ദേ ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും ഞാനൊരു ബൗളിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ മുരിങ്ങയിലയുടെ ഈ ഒരു മിക്സ് കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രത്തോളം മാത്രമേ ഇതിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇത്രയേ തലക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എത്രത്തോളമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മുടിക്കനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, നമുക്കിത് തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ തലയിൽ ഇത് ഉപയോഗിച്ചിട്ട് നല്ലൊരു മാറ്റമുണ്ട്. അപ്പോൾ നല്ലോണം താരനുള്ള ഒരു തലയിൽ തേച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നോക്കിയാൽ ഷാമ്പൂവും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് യാതൊരു മാറ്റവും ഇല്ലാത്ത താരനാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് യൂസ് ചെയ്തു, പക്ഷെ ഒന്നിലും അങ്ങ് മാറ്റം കണ്ടില്ല. അപ്പോൾ ഞാനിതേ ആദ്യമേ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുന്നേ തന്നെ ആദ്യമേ തന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കാരണം ഈ മുരിങ്ങയിലയും അതുപോലെ തന്നെ ഉലുവയൊക്കെ ആകുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളിങ്ങനെ ഓല തേച്ച് കൊടുത്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സാധാ പച്ച വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഏത് ഓയിലാണോ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കാറ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓയിൽ നന്നായിട്ട് അങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാക്കും കൂടെ അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് തേച്ച് കൊടുക്കുന്നത് ഇതുപോലെ മോൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഗ്യാപ്പിലൊന്നും അങ്ങനെ തേക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിത് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് തലയിലോട്ട് അങ്ങ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ താരനൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. കാരണം നമ്മളെ ഒരു വീട്ടിലൊരാൾക്ക് താരനുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള തോർത്ത് അതുപോലെ തന്നെ ചീർപ്പൊക്കെ മാക്സിമം മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കാതിരിക്കുക, കാരണം ഈ സാധനം പെട്ടെന്ന് അങ്ങ് പടർന്നു പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഈ പാക്കൊക്കെ ഇട്ടിട്ട് താരനൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പും അതുപോലെ തന്നെ തോർത്തൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം വീണ്ടും അങ്ങ് ഉപയോഗിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കളഞ്ഞിട്ട് വീണ്ടും അതേ തോർത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെയും അത് വരാനായിട്ട് ചാൻസ് ഉണ്ട്.
ഇതുപോലെ മുഴുവനായിട്ട് നമ്മളങ്ങ് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും ഇതിങ്ങനെ തന്നെ അങ്ങ് വെക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു 5 മിനിറ്റൊക്കെ ആയിട്ട് വെക്കുക. കാരണം പിന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം കൂട്ടി വെക്കാവുന്നതാണ് കേട്ടോ. കാരണം ആദ്യമേ തന്നെ നമ്മൾ 15 മിനിറ്റൊക്കെ വെക്കുമ്പോൾ ചിലർക്ക് തണുപ്പ് പിടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് നിങ്ങളെ തലക്ക് പിടിക്കുകയാണെങ്കിൽ കുറച്ച് സമയം കൂട്ടി അങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കഴുകിയിട്ട് കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ തല നന്നായിട്ട് പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മളിത് ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാലൊന്നും മുഴുവനായിട്ടൊന്നും അങ്ങ് പോകില്ല കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് ഇതുപോലെ അങ്ങ് തടയി കൊടുക്കുക. അപ്പോൾ ഒരു 2-3 ആഴ്ച നിങ്ങൾ തടുമ്പോൾ ശരിക്കും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.